3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഡൽഹിയിൽ തുടക്കമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തലാണ് പ്രധാന അജണ്ട. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവടക്കം നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. കേരളത്തിൽ ഇത്തവണ നേരിട്ട വലിയ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് അവലോകന യോഗം ചേർന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ മാസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അന്തിമ രൂപം നൽകിയിരുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗം റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന് പുറമെ തെറ്റുതിരുത്തൽ രേഖയും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് 3 ദിവസത്തെ യോഗത്തിൽ അന്തിമ രൂപം നൽകും. കേരളത്തിലുണ്ടായ പരാജയത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കിയത്. പാർട്ടി അധികാരത്തിലിരുന്ന കേരളത്തിലെ പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ കീഴ്ഘടകങ്ങളിൽ നേതൃത്വത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പ് അവലോകനം വിശദമായ ചർച്ചകൾക്ക് കാരണമായി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവടക്കം വലിയ വിമർശനമാണ് CPIM സംസ്ഥാന ഘടകത്തിനെതിരെ ഉയരുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് കേന്ദ്ര കമ്മിറ്റി ഗൗരവമായി കാണുന്നത്. ജനം, ഡൽഹി.